വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, മാത്സ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കൂടി കുറച്ച് പേർക്കെങ്കിലും ഇടയ്ക്ക് പറയാറുണ്ട് അല്ലെ, മാത്സ് ബുദ്ധിമുട്ടാണ് അല്ലെ, മാത്സ് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്സ് ഇഷ്ടമല്ല അല്ലെങ്കിൽ മാത്സ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിന്റെ കാരണം? അതിൽ മെയിൻ ആയിട്ട് ഒറ്റ കാരണമേ ഉള്ളൂ, ചോദ്യം വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. മാത്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, എല്ലാ ഇക്വേഷൻസും എല്ലാം അറിയാം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിൽ ഏത് ഇക്വേഷനാണ് കൊടുക്കേണ്ടത്, അതെങ്ങനെയാ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങേണ്ടത്, ഇതാണ് എല്ലാവർക്കും മിക്കവർക്കും അറിയാത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതാണ് മാത്സിലെ ഏറ്റവും വലിയ പ്രോബ്ലം. മാത്സിലെ കോൺസെപ്റ്റുകൾ ഈസിയാണ്, പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമാണ്, ഒക്കെയാണ്. പക്ഷെ ഏത് എവിടെ എപ്പോൾ കൊടുക്കണം എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വിഷമിക്കൊന്നും വേണ്ട. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാത്സിലെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ റീഡ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാവരും പറയും ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിക്കണം, 3 പ്രാവശ്യം വായിക്കണം എന്നൊന്നുമല്ല. ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വൃത്തിയായിട്ട് സമയമെടുത്ത് നിങ്ങൾ വായിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ 4 പ്രാവശ്യം വായിക്കുന്നതും ഒരു ക്വസ്റ്റ്യൻ കുറച്ച് സമയം എടുത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രാവശ്യം വായിക്കുന്നതിനും ഒരേ എഫക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ സാവധാനം നിങ്ങൾ എന്ത് ചെയ്യണം, വേർഡ് ബൈ വേർഡ് വായിക്കണം. ഇനി ആ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അണ്ടർലൈൻ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ചിലപ്പോൾ ചില വേർഡ് പ്രോബ്ലംസ് കാഴ്ചയിൽ ഇതാ ഇത്രയും ഉണ്ടാവും, പക്ഷെ ചോദ്യം ആ കൂടെ 2 ലൈനേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വായിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവും. രാജു രാവിലെ മാർക്കറ്റിൽ പോയി, ഓക്കെ, അവിടെ ആപ്പിള് മുന്തിരി എല്ലാം ഉണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് വേണ്ട കാര്യങ്ങളല്ല. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട. വേണ്ട കാര്യങ്ങൾ, അവൻ 2 കിലോ ആപ്പിള് വാങ്ങി, ആ 2 കിലോ ആപ്പിള് വാങ്ങി എന്ന് പറയുന്നത് നമുക്ക് വേണ്ട കാര്യമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ആ വേർഡ്സിന് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിന് മാത്രം അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. ബാക്കിയുള്ളതും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ 2 കിലോ ആപ്പിൾ വാങ്ങി, 1 കിലോ ആപ്പിളിന് 10 രൂപയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതും നിങ്ങൾക്ക് വേണം. അപ്പൊ അതും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ ഇതേപോലെ ഒരു ചോദ്യം വൃത്തിയായിട്ട് വായിക്കുക. വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങൾക്കടിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് എങ്ങനെയാ ഇമ്പോർട്ടൻ്റ് ആയത് തിരിച്ചറിയാം? നമ്പറുകൾ കൂടി ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് തന്നെയായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം ചോദ്യം വായിക്കുക, ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് അണ്ടർലൈൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ രാജു മാർക്കറ്റിൽ പോയി ആപ്പിൾ വാങ്ങി മുന്തിരി വാങ്ങി എന്നൊക്കെ പറയുവാണെങ്കിൽ രാജുവിന് പകരം നിങ്ങളാണ് പോകുന്നത് എന്നങ്ങ് സങ്കല്പിക്കുക. ഓക്കെ, നിങ്ങളാണ്, അതായത് നിങ്ങളാണ് ആ സിറ്റുവേഷനിൽ ജീവിക്കുന്നതെന്നൊന്ന് ആലോചിച്ചാൽ മതി. വേർഡ് പ്രോബ്ലംസ് എല്ലാം തന്നെ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് വേർഡ് പ്രോബ്ലംസിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കാണ് സംഭവിച്ചതെന്ന് അങ്ങ് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിന്റെ സൊല്യൂഷൻ വന്നോളൂ. ഓക്കെ, അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾക്കൊക്കെ അണ്ടർലൈൻ കൊടുക്കുക, അത് നിങ്ങളാണ് എന്ന് വിചാരിച്ച് സോൾവ് ചെയ്യാൻ തുടങ്ങുക. ഇനി ചെയ്യേണ്ട അടുത്ത കാര്യം, റൈറ്റ് ദ റിലേറ്റഡ് ഇക്വേഷൻസ്. നമ്മളുടെ പേപ്പറിന്റെ ആൻസർ ഷീറ്റിന്റെ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ബുക്കിന്റെ സൈഡിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഏരിയ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഏരിയയുടെ ഇക്വേഷൻ, പെരിമീറ്റർ ആണെങ്കിൽ പെരിമീറ്ററിന്റെ ഇക്വേഷൻ, അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. മിക്കപ്പോഴും നമ്മൾ ഈ ചോദ്യം വായിച്ച് ടെൻഷൻ അടിച്ചിട്ട് എന്ത് സംഭവിക്കും, ഇക്വേഷൻസ് ഒക്കെ മറന്നുപോകും. അത് വരാതിരിക്കാൻ വേണ്ടി സൈഡിൽ എല്ലാ ഇക്വേഷൻസും എഴുതി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ആ ക്വസ്റ്റ്യന്റെ സൊല്യൂഷനിലോട്ട് എങ്ങനെ എത്തണം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് എല്ലാ വേർഡ് പ്രോബ്ലംസും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്സുകൾ എഴുതണം അല്ലെ. വേർഡ് പ്രോബ്ലംസിൽ നമ്മൾ വഴിക്കണക്കാണ്, എല്ലാ വഴികളും എഴുതണം. ആ എഴുതുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ സ്റ്റെപ്പുകളും എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. അഥവാ നമ്മുടെ ഫൈനൽ ആൻസറിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ കൂടി ഈ സ്റ്റെപ്പുകൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതെവിടെയാ മിസ്റ്റേക്ക് പറ്റിയെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തൊരു വേർഡ് പ്രോബ്ലം തരുന്ന സമയത്ത് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എല്ലാ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുവാണെങ്കിൽ വേഗം തന്നെ സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫുൾ ടൈം ഹെൽപ്പിനായിട്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടായിരിക്കും. അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, സീറ്റ് ഉറപ്പാക്കുക. ഇപ്പോൾ ഓഫറിൽ നിങ്ങൾക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യരുത്, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.